അല്ലാഹുവിനെ കൊണ്ട് തന്നെയാണ് സത്യം. എന്റെ ആയിഷ നല്ലവളാണ്, എന്റെ ആയിഷ നല്ലവളാണ്, എന്റെ ആയിഷാനെ എനിക്ക് വിശ്വാസമാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ കുറിച്ച് ഒരു നാട് മുഴുവനും അപവാദം പറഞ്ഞു വരുത്തുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ വാക്കാണ്, എനിക്ക് എന്റെ ആയിഷയെ വിശ്വാസമാ. എന്റെ ഭാര്യ നല്ലവളാ, എന്റെ ഭാര്യ നല്ലവളാ. ഈ വാഴ്ച കേൾക്കാമെന്ന സഹോദരിമാരേ, നെഞ്ചത്ത് കൈവച്ചിട്ട് നിനക്ക് പറയാൻ കഴിയുമോ നിന്റെ ഭർത്താവ് അങ്ങനെ പറയുമെന്ന്? ഉസ്താദേ, എന്റെ ഭാര്യ സ്വാലിഹത്താ ഉസ്താദേ, അവൾ അല്ലാഹുവിനെ പേടിയുള്ളവളാ ഉസ്താദേ. എന്റെ റബ്ബെനിക്ക് തന്ന ഏറ്റവും വലിയ ഭാഗ്യം എന്റെ ഭാര്യ. ഇതുപോലെ ഒരു സ്വാലിഹത്തായ ഭാര്യ എന്റെ റബ്ബെനിക്ക് തന്നല്ലോ എന്ന് നിന്റെ ഭർത്താവ് നിന്നെ കുറിച്ച് പറയുമെന്ന് തോന്നുന്നുണ്ടോ? എന്റെ സഹോദരിമാരോട് ചോദിക്കുകയാ, നിന്റെ ഭർത്താവ് നിന്നെ കുറിച്ച് എങ്ങനെ പറയുമോ പെങ്ങള്? 101% നിനക്കറിയാമില്ലെന്ന്. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ പറയുന്ന ഒരു സമയം വന്നാൽ, അങ്ങനെ നിന്നെ കുറിച്ച് പറയുന്ന അല്ലാഹുവിന്റെ മുമ്പിൽ വരുമ്പോ പറയണം, പടച്ചവരെ ഇവള് നല്ലവളാണ്, ഇവള് നല്ലവളാണ്, എന്നെ നന്നാക്കിയവൾ ഇവളാ പടച്ചവര്, എന്റെ ജീവിതത്തിന് മാറ്റം വരാൻ ഇവളാണ് കാരണം. ഇവൾക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാ, ഇവൾക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാ എന്ന് നാളെ പടച്ച റബ്ബിനോട് പറഞ്ഞു നിനക്ക് സ്വർഗം വാങ്ങി തരുമെന്ന് തോന്നുന്നുണ്ടോ പെങ്ങള്? എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, സ്നേഹമുണ്ടാകണം സഹോദരാ, വിശ്വാസമുണ്ടാകണം സഹോദരാ. ഏതെങ്കിലും ഒരുത്തം പറയുന്നത് കേട്ടാൽ, നിന്റെ ഭാര്യ മെസ്സേജ് എഴുതി, നിന്റെ ഭാര്യ ഫോൺ വിളിച്ചു, നിന്റെ ഭാര്യ അവന്റെ കൂടെ കറങ്ങാൻ പോയി, ഏതെങ്കിലും ഒരുത്തം പറയുമ്പോ വാരി കെട്ടിപ്പോകാൻ പറയുന്നത് ശരിയാണോ ചെറുപ്പക്കാരാ? 20 കൊല്ലം നിന്റെ കൂടെ കടന്നവളല്ലേ, 20 വർഷം നിന്റെ കൂടെ ജീവിച്ചവളല്ലേ, എന്തേ നിനക്ക് വിശ്വാസമില്ലാതെ പോയത്? ആരെങ്കിലൊക്കെ എന്തേലും പറഞ്ഞാ മതി, പൊക്കോ വാരി കെട്ടി പൊക്കോ, ഞാൻ വരുന്നതിന് മുമ്പ് പൊക്കോളാനാ പറയാ. അള്ളാന്റെ റസൂല് തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ കുറിച്ച് ഒരു നാട് മുഴുവനും പറഞ്ഞപ്പോഴും നബി തങ്ങൾ പറഞ്ഞു, അള്ളാഹുവിനെ തന്നെയാണ് സത്യം, എനിക്കറിയാം എൻ്റെ ഭാര്യയെ. നിങ്ങൾ ആരെന്ത് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല, എൻ്റെ ആയിഷാനെ എനിക്ക് വിശ്വാസമാണെന്ന് മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ എന്ന് പറയോ? ഇന്നങ്ങനെ പറയത്തില്ല. സ്നേഹമില്ലല്ലോ, ഒരു പുതപ്പിന്റെ കീഴിൽ കെട്ടിപ്പിടിച്ച് കിടക്കുന്നു നിങ്ങൾ രണ്ടുപേരും. രണ്ട് മനസ്സാടോ? രണ്ട് മനസ്സാ, സ്നേഹമില്ല. നിങ്ങൾക്ക് കുടുംബജീവിതത്തിന്റെ വില എന്താന്ന് പോലും അറിയത്തില്ലല്ലോ, കുടുംബജീവിതത്തിന്റെ മഹത്വം എന്താന്ന് പോലും അറിയില്ല. പെണ്ണ് കെട്ടിയിട്ട് 30 കൊല്ലമായി അല്ലേ? കുടുംബജീവിതത്തിന്റെ വില നിനക്കറിയോ? എടോ, നബിതങ്ങൾ പറയാ, ഇന്ന് വഴുത് കഴിഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോ ഒരു ഭർത്താവ് തന്റെ ഭാര്യയുടെ കയ്യിലൊന്ന് പിടിച്ചു, നിന്റെ വീടെത്താറായി, ഇടവഴിയിലൂടെ പോവാ, നിന്റെ ഭർത്താവിന്റെ കയ്യിൽ നീ ഒന്ന് പിടിച്ചു, നിന്റെ ഭാര്യയുടെ കയ്യിലൊന്ന് പിടിച്ചു എങ്കിൽ നിങ്ങൾ രണ്ടുപേരും ചെയ്ത പാപം അള്ളാഹു പുറത്തു തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഒരു ഭർത്താവ് തന്റെ ഭാര്യയുടെ കയ്യിൽ ഇങ്ങനെ പിടിച്ചാ മതി. പിടിക്കോ? ഏത് ഭർത്താവാ? പടച്ചവനെ, ഭാര്യ പുറകില് ഭർത്താവ് മുമ്പിൽ, അല്ലെങ്കിൽ ഇങ്ങനെ വരിക, ഒരുമിച്ച് വരൂല. ഭാര്യയുടെ കയ്യെ പിടിക്കണ എത്ര ഭർത്താക്കന്മാരാ ഉള്ളേ? ആരാ പിടിക്കുക? പിന്നെ നിങ്ങൾ ചോദിക്കും, എന്താ ഉസ്താദ് എന്തിനാ ഇടവഴി ചെല്ലുമ്പോ പിടിക്കാൻ പറഞ്ഞേ? ഇടവഴി ചെല്ലുമ്പോ, ഞാനത് അറിഞ്ഞുകൊണ്ട് തന്നെ പറഞ്ഞതാ, കാരണം ഈ ടൗണിൽ കൂടെ മലക്കിരിക്കുന്ന പോലെ ഭർത്താവിന്റെ തലയിൽ ഇരുന്നിട്ട് ബൈക്കിൽ പോകും കെട്ടിപ്പിടിച്ചിട്ട്. അത് ചുമ്മാതെ അഭിനയോടാ, അത് വെറും അഭിനയം, അത് നാട്ടുകാരെ കാണിക്കുന്ന ഷോ, അത് വേറെ. ആത്മാർത്ഥ സ്നേഹം, അള്ളാഹുവിന്റെ തൃപ്തി കരുതിയിട്ട് ഒരു ഭർത്താവ് തന്റെ ഭാര്യയുടെ കയ്യിൽ പിടിച്ചാൽ മതി, രണ്ടുപേരുടെയും പാപം പൊറുക്കും. അള്ളാഹു ഈ മങ്ങൾക്കുമാറാകട്ടെ, അള്ളാഹു നമ്മുടെ പാപം പൊറുക്കുമാറാകട്ടെ, അള്ളാഹു നമ്മുടെ പാപം പൊറുക്കുമാറാകട്ടെ.